നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കേരള കലാമണ്ഡലത്തിൽ ആർത്തവാനുമതി അനുവദിച്ചുകൊണ്ട് ഉത്തരവായി. വിദ്യാർത്ഥി യൂണിയന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി അനുവദിച്ചുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി ഉൾപ്പെടെ പരീക്ഷാ അറ്റൻഡൻസ് 73% നിശ്ചയിച്ചുകൊണ്ടും കലാമണ്ഡലം ഭരണസമിതി അനുമതി നൽകി ഉത്തരവായത്. ഇതിന്റെ ആനുകൂല്യം 8ാം ക്ലാസ് മുതലുള്ള യോഗ്യരായ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുമെന്നും സ്ത്രീ സൗഹൃദ കലാലയമായി നിലനിർത്തുകയാണ് ഇതിന്റെ ഉദ്ദേശമെന്നും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് ആർത്തവാവധി അനുവദിച്ചു കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത് കുറച്ച് വൈകിയാണെങ്കിലും കലാമണ്ഡലത്തിലെ സ്റ്റുഡൻസ് യൂണിയന്റെ അഭ്യർത്ഥന മാനിച്ച് കലാമണ്ഡലത്തിലെ ഭരണസമിതി അത്തരത്തിൽ തീരുമാനമെടുത്തു. അത് തീർച്ചയായിട്ടും അറ്റൻഡൻസിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കും ഇത് അവർക്ക് ലഭ്യമാകുന്നത്. ഗവൺമെന്റ് ഇത്തരം ദിവസങ്ങളെ കുറിച്ച് പറയുന്നില്ല, കാരണം അതൊക്കെ കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങൾക്ക് നിശ്ചയം മാറ്റം വരുന്നതാണ്. എന്തായാലും ആർത്തവാവധി കൂടുതൽ സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു കലാലയം എന്ന രീതിയിൽ ആർത്തവാവധി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. 8ാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ. അത് ഈ രീതിയിൽ പിന്നെ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നു. തങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് ആർത്തവാവധി പ്രഖ്യാപിച്ച ഭരണസമിതിക്കും വൈസ് ചാൻസലർക്കും നന്ദി അറിയിക്കുന്നതായും എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരവ് നടപ്പിൽ വരുത്തണമെന്നും വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികളായ ചെയർമാൻ അനുജ്, സെക്രട്ടറി അമൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ ശ്രീലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ടു. സർവകലാശാല പോലെ ഇവിടെയും ആർത്തവാവധി അനുവദിച്ചു തന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമെന്ന നിലയിൽ വളരെ ആവശ്യമായൊരു തീരുമാനമായിരുന്നു ഇത്. ആർത്തവാവധി അത് കലാമണ്ഡലത്തിലും പ്രാബല്യമായതിൽ ഞങ്ങൾ വളരെ സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ കല പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. ഇത് മെയിനായിട്ട് നമുക്ക് ആവശ്യം വരിക എന്ന് വെച്ചാൽ ഇവർ ചൊല്ലിയാട്ടങ്ങളിലും ഡാൻസ് ക്ലാസ്സുകളിലൊക്കെ ഈ ആർത്തവം സമയത്ത് പോയി പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അതിലൂടെ തന്നെ അവർ ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഇതിപ്പോൾ അറ്റൻഡൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു അവധി കിട്ടിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ നമ്മളുടെ നിലവിൽ വന്ന ഈ ഉത്തരവ് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഈ PhD ഒക്കെ ചെയ്യുന്ന ലാസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥികൾക്കും അത് വളരെയധികം ഉപകാരപ്പെടുന്നു.